എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ചേച്ചിയുടെ പ്രഗ്നൻസി നമ്മൾ അനൗൺസ് ചെയ്തിട്ട് ഉള്ളൊരു വീഡിയോ ആണ്. അനൗൺസ് ചെയ്തെന്ന് പറഞ്ഞാൽ ചേച്ചി ഇപ്പോൾ പ്രഗ്നൻ്റ് അല്ല, ഇപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയുടെ ഡെലിവറി ടൈമിൽ എടുത്തു വെച്ച കുറച്ച് വീഡിയോസും കാര്യങ്ങളും അതുപോലെ തന്നെ വാവയുടെ 28 എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുഞ്ഞു വീഡിയോ ആണിത് കേട്ടോ. അപ്പം ചേച്ചിയുടെ ഡെലിവറി ദിവസം അല്ലാതെ ഡെലിവറിയുടെ തലേന്നത്തെ ദിവസമാണ്, ചേച്ചി അഡ്മിറ്റ് ചെയ്ത ദിവസമാണ്. അപ്പം അമ്മയും ചേച്ചിയും അജിത്തണ്ണനും എല്ലാവരും അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം എല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാടൊന്നും എടുക്കാനും തോന്നില്ല. എന്നാലും കുറച്ച് മൂമെൻറ്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യണമെന്ന് തോന്നി ഇപ്പോൾ എടുത്തു വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ തൊട്ടടുത്ത ദിവസമാണ്, അതായത് ചേച്ചിയുടെ ഡെലിവറി ഡേ ആയിരുന്നു. അപ്പോൾ അന്ന് രാവിലെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും ഏട്ടനോടാണ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. അതുകൊണ്ട് ഏട്ടൻ അവിടെ ഗേറ്റൊക്കെ തുറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം അമ്മ ഏതാണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ആദ്യമാണെങ്കിൽ ചേച്ചിയെ കാണണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമ്മളിപ്പോൾ വാവയും അമ്മയും കൂടെ ഇപ്പോൾ വരും എന്നൊക്കെ ഇങ്ങനെ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്നാലും ഒരു ടെൻഷനുള്ള ദിവസം, എന്നാലും ഞങ്ങളെല്ലാം ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഡെലിവറി കഴിഞ്ഞു എന്നൊക്കെ വന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് വാവയെ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. അന്ന ചേച്ചി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ടൈം തൊട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമായിരുന്നു മോളായിരിക്കണമെന്ന്. മോനാണെങ്കിൽ ഹാപ്പിയാണ്, എങ്കിലും മോളായിരുന്നെങ്കിൽ ഞങ്ങൾ സൂപ്പർ ഹാപ്പി ആയിരുന്നു. അതുപോലെ തന്നെ മോളാണ് കേട്ടോ. അച്ഛനെ കണ്ട് കരയുന്നോ? ആദ്യം ഉണ്ടോ? ആദ്യം കാണിച്ചോ? ആദ്യം ഫസ്റ്റ് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കൊണ്ടുവന്നുകൊണ്ടാണെന്ന് തോന്നുന്നു വാവയെ ഞങ്ങളുടെ കയ്യിൽ ഫസ്റ്റ് തന്നില്ല. കയ്യിലോട്ട് തരാൻ പറഞ്ഞതുമില്ല, ആ ഒരു ടെൻഷൻ്റെ ഇടയ്ക്ക് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അനുചേച്ചിയൊക്കെ കാണിച്ചു. പിന്നെ അമ്മ ചേച്ചിയുടെ കൂടെ അല്ലേ അകത്താണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അമ്മ വാവയെ എടുത്തുകൊണ്ടൊക്കെ വന്ന് ഞങ്ങളുടെ കയ്യിലൊക്കെ തന്ന് ഞങ്ങളെല്ലാം സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ കയ്യിലോട്ട് കിട്ടിയ ആദ്യത്തെ പെൺകുഞ്ഞല്ലേ, അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ അനുചേച്ചി ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് മൊത്തത്തിൽ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഡെലിവറി ആയിരുന്നു കേട്ടോ. ദൈവം സഹായിച്ചു കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾക്ക് അനുചേച്ചിയും വാവയും അടിപൊളിയായിട്ട് കിട്ടി. അപ്പം ഇതാണ് ഞങ്ങളുടെ ബേബി ഗേൾ. ഇപ്പം ആൾ വലുതായി കേട്ടോ, ഇങ്ങനൊന്നും ഇരിക്കുകയല്ല. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വീഡിയോസൊക്കെ. ഞാൻ അപ്പോഴാണ് ആദ്യമായിട്ട് വാവയെ തൊട്ടത്. ഞാൻ നേരത്തെ എടുത്തുകൊണ്ട് വന്നപ്പോഴൊന്നും കയ്യിലെടുത്തിട്ടില്ലായിരുന്നു. അപ്പോഴും ഞാൻ എടുത്തില്ല, പിന്നാണ് ഞാൻ വാവയെ എടുത്തത് കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തരാൻ ആരും ഇല്ലായിരുന്നു. ഞാൻ എല്ലാവരുടെയും നടന്നിങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പം അജിത്തണ്ണനും ആദ്യമൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് ഇതെന്ന് പറയുന്നത് വാവയുടെ 28 ദിവസമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീട്ടിൽ വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, വാവയെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അനുചേച്ചിക്കൊക്കെ അപ്പം ഡെലിവറിയും കൊണ്ട് കഴിഞ്ഞ് എൻ്റെ വയ്യായികയും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പം ഞാൻ എൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തില്ല. അപ്പം ഇത് വാവയുടെ ചരടുകെട്ടിൻ്റെ അല്ലെങ്കിൽ 28 ആ ഒരു ദിവസത്തെ കുറച്ച് വീഡിയോസാണ് കേട്ടോ. പിന്നെ നമ്മുടെ ആദ്യക്കുട്ടി ഇത്രയും വലുതായി കഴിഞ്ഞ് അവൻ്റെ കയ്യിലോട്ട് കിട്ടിയൊരു വാവയാണ്. അതുകൊണ്ട് അവൻ ഭയങ്കര കെയറിങ് ആണ് കേട്ടോ. ഇപ്പം ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാവ കരഞ്ഞാലും, ഇപ്പം നമ്മൾ 4 പേരുടെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചോ, അവൻ ഓടും വാവ കരയുന്നതെന്ന് പറയാം. അല്ലെങ്കിൽ അമ്മയെ വാവ കരയുന്ന അങ്ങനെയൊന്നും അല്ല, അവൻ ഓടിപ്പോയി നോക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മുടെ ആദ്യമാണ് വാവയ്ക്ക് അരിഞ്ഞാണമൊക്കെ കെട്ടിക്കൊടുക്കുന്നത്. എൻ്റെ കുഞ്ഞാവയല്ലേ, അപ്പോൾ അവനല്ലേ കെട്ടിക്കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ വാവയ്ക്ക് മുണ്ടൊക്കെ ഉടുപ്പിച്ച് കൊടുത്തു. പിന്നെ അണ്ണൻ പേര് വിളിച്ചു കേട്ടോ. വാവയുടെ പേര് ആദിലക്ഷ്മി എന്നാണ് കേട്ടോ. അപ്പം ആരാണ് ഈ പേരിട്ടതെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഞാനാണെന്ന് പറയാം. കാരണം ഇവർ രണ്ടുപേരും ആ ഡെലിവറി ഡേ വരെ പേര് കണ്ടുപിടിച്ചിട്ടില്ല. കാരണം മോനാണോ മോളാണോ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ചേച്ചിയുടെ ഡെലിവറി കഴിഞ്ഞ് ബർത്ത് സർട്ടിഫിക്കറ്റ് ആ ടൈമിൽ മോളാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനും അയിത്തണ്ണും ആദ്യം കൂടെ ഈ ആദ്യമായിട്ട് റിലേറ്റ് ചെയ്ത പേരുകൾ ഗൂഗിൾ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചൊരു നെയിമാണ് ആദിലക്ഷ്മി എന്ന് പറയുന്നത്. അപ്പോൾ പേരൊക്കെ ഇട്ട് നമ്മുടെ ചടങ്ങൊക്കെ കഴിഞ്ഞപ്പം ചേച്ചിയെ വിളിച്ചോണ്ട് ഞാൻ എന്ത് ചെയ്തു, ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് വെളിയിൽ കൊണ്ടുപോയപ്പം അവിടെ ഗസ്റ്റുള്ള ഡേ ആയിരുന്നു കേട്ടോ.
അപ്പം ഞാൻ എൻ്റെ ഫോണിൽ ചേച്ചിയുടെയും വാവയുടെയും ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് കരുതിയാണ് കൊണ്ടുവന്നത്. പക്ഷേ ഗസ്റ്റിൻ്റെ കയ്യിൽ ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു. അവർ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തന്നു. പിന്നെ ഞങ്ങളകത്ത് പോയി അണ്ണനെയും ആദിയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് നമ്മളെല്ലാവരുടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നിൽക്കുന്ന ഫോട്ടോയൊക്കെ അവരെടുത്ത് തന്നു. പക്ഷേ അത് അയച്ചു തന്നോന്ന് അറിയത്തില്ല. ഇതെന്തോ നമ്മുടെ നോർമൽ ക്യാം പോലത്തെ സംഭവമല്ല, എന്തോ ഡീകോഡ് ചെയ്തെടുക്കണമെന്നൊക്കെ പറഞ്ഞവർ. പിന്നെ അവർ പോയിട്ട് പിന്നെ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. വേറെ ഒരു ഫോറിൻ കൺട്രിയിൽ നിന്ന് വന്നത്, ജർമ്മൻ ആണെന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല, എനിക്ക് ഓർമ്മയില്ല, കുറേ നാളായില്ലേ ഇപ്പം. അങ്ങനെ അവർ ക്യാമറയൊക്കെ താത്ത് വെച്ചെങ്കിലും ഞാനപ്പോൾ പറഞ്ഞു അണ്ണനെ കൂടെ വിളിച്ചിട്ട് വന്നിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസ് കൂടെ എടുത്താലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ ഭയങ്കര വില്ലിങ് ആയിട്ട് നമുക്ക് കുറേ ഫോട്ടോസ് എടുത്തു തന്നിട്ട് നല്ല നല്ല ആൾക്കാരായിരുന്നു. അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ നോക്കുന്നത്. അവർ പറയുന്നുണ്ടായിരുന്നു കുറേ ചെയിനൊക്കെ ഇട്ടേക്കുന്നല്ലോ. അപ്പോൾ ചേച്ചി പറഞ്ഞ ആൾക്കാർ ഗിഫ്റ്റ് ചെയ്തതാന്നൊക്കെ പറഞ്ഞു. കാരണം അവരുടെ നാട്ടിൽ ഇങ്ങനത്തെ ചടങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇതേ കണക്ക് തന്നെയാണ് അവിടെ നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ ടൈമിലൊക്കെ ഗസ്റ്റ് വരുമ്പം അവരെ കൊണ്ടുവന്നതൊക്കെ കാണിക്കുമ്പോഴും ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവരിതൊക്കെ കാണുമ്പോൾ. അപ്പോൾ അവരിങ്ങനെ നോക്കായിരുന്നു, ഇങ്ങനെ ഈ മാലയൊക്കെ ഇട്ടേക്കുന്നതായിരുന്നു, ഗോൾഡ് ഇട്ടേക്കുന്നതായിരുന്നു അവർക്ക് തോനെ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഏതാണ്ട് അണ്ണനെയും ആദിയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മുടെ വലിയ ചടങ്ങ് നമ്മൾ കുഞ്ഞായിട്ട് നമ്മൾ ആഘോഷിച്ചു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു, ഏട്ടൻ ജോലിക്കൊക്കെ പോയി. അങ്ങനായിരുന്നു. അപ്പം ഇത്രയുള്ള നമ്മുടെ ചെറിയ വീഡിയോ. അപ്പം ഒരു വിശേഷം പറയാനുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ